പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ കുട്ടികൾക്കുണ്ടാകുന്ന ആത്മീയ പ്രശ്നങ്ങൾ, സിഹർ, കണ്ണേർ, അതുപോലെ കുട്ടികളെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു പ്രശ്നം തന്നെയാണ് മാനസിക പ്രശ്നങ്ങൾ, പൈശാചികമായ ബുദ്ധിമുട്ടുകൾ. ഇതിന് നിങ്ങൾക്ക് തന്നെ വീട്ടിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന വളരെ ഫലപ്രദമായിട്ടുള്ള ആത്മീയമായ അതിനുള്ള പ്രതിവിധിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾ വളരെ വൃത്തിയോടുകൂടെ അതിൻ്റെ ചിട്ടകളൊക്കെ പാലിച്ച് നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് ഒതോടുകൂടി അതിൻ്റെ ആദാബുകളൊക്കെ പാലിച്ച് നന്നായി വൃത്തിയിൽ ഒക്കെ ഖുർആൻ ദിക്റുകളൊക്കെ ചെല്ലാൻ പറ്റുന്ന ആളുകൾ ആണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ആദ്യമായി കുട്ടികൾക്കുണ്ടാകുന്ന സിഹർ എന്ന് പറയുമ്പോൾ ചെറിയ രൂപത്തിലുള്ള സിഹറിന്റെ പരിഹാരമാണ്. അത് കാലപ്പഴക്കമുള്ളതോ അല്ലെങ്കിൽ വലിയ രൂപത്തിലുള്ള പ്രശ്നമുള്ള സിഹറാണെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ആത്മീയ പരിഹാരം നൽകുന്ന ആളുകളെ നേരിട്ട് കാണുക തന്നെ വേണം. അങ്ങനെ പ്രയാസമുള്ള ആളുകൾക്ക് വേണ്ടി നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ ചോദിച്ച് പരിഹാരം നിങ്ങൾക്ക് തേടാവുന്നതാണ്. നിങ്ങൾക്ക് തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന സാധാരണഗതിയിൽ ചെറിയ ചെറിയ രൂപത്തിലുള്ള പ്രയാസങ്ങൾ സിഹർ മൂലമുള്ളതിന് ഏറ്റവും നല്ല പരിഹാരമാണ് സൂറത്തുൽ ഫാത്തിഹ 156 പ്രാവശ്യം വെള്ളത്തിൽ മന്ത്രിച്ച് 2 നേരം രാവിലെയും വൈകുന്നേരവും കുട്ടിയെ കുടിപ്പിക്കുക. ഇങ്ങനെ 7 ദിവസമോ 14 ദിവസമോ കുട്ടിക്ക് കുടിക്കാൻ കൊടുത്താൽ സാധാരണഗതിയിൽ സിഹർ മൂലമുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായും ഈ മന്ത്രത്തിലൂടെ തന്നെ തീർച്ചയായും മാറും. അതുപോലെ കുട്ടികൾക്കുണ്ടാകുന്ന പൈശാചികമായ ബുദ്ധിമുട്ട്, അതിനുള്ള വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പരിഹാരമാണ് ആയത്തുൽ കുർസി 7 പ്രാവശ്യം ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷവും നിങ്ങൾ കുട്ടിയെ മന്ത്രിക്കുക. പൈശാചിക മൂലമുള്ള ശൈത്താനിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ അതിലൂടെ തന്നെ പൂർണ്ണമായി നീങ്ങിപ്പോകും. അതുപോലെ മറ്റൊരു പരിഹാരമാണ് ഒരു കുപ്പി വെള്ളത്തിൽ 368 പ്രാവശ്യം ആയത്തുൽ കുർസി മന്ത്രിച്ചു വെക്കുക. ഈ വെള്ളം കുട്ടിക്ക് 2 നേരം കുടിക്കാൻ കൊടുക്കുക. ഇങ്ങനെ 7 കൂടുതലാണെങ്കിൽ, വളരെ ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ 14 ദിവസം കുടിക്കാൻ കൊടുത്താൽ ശൈത്താനിന്റെ ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായി നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. ഒരുപാട് കുട്ടികൾക്കുണ്ടാകുന്ന സിഹറൊക്കെ കുട്ടികൾക്ക് ഏൽക്കാൻ സാധ്യത വളരെ കുറവാണ്. കൂടുതൽ കുട്ടികൾക്കും കണ്ണേറുകളായിരിക്കും. അപ്പൊ ഈ കണ്ണേർ മാറ്റാൻ വേണ്ടി ഏറ്റവും നല്ല പരിഹാരമാണ് സൂറത്തുൽ ഖുറൈശ്, അതുപോലെ സൂറത്തുൽ അസ്ർ. ഈ 2 സൂറത്തുകൾ 2 നേരം 7 പ്രാവശ്യം നിങ്ങൾ കുട്ടിയെ മന്ത്രിക്കുക. ഇങ്ങനെ 7 ദിവസമോ 14 ദിവസമോ ചെയ്യുക. എന്നാൽ കുട്ടികളുടെ കണ്ണേർ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അതുപോലെ ഒരു പരിഹാരമാണ് ഏറ്റവും നല്ല പരിഹാരം കണ്ണേറിനുള്ള. ഒരു കുപ്പി വെള്ളത്തിൽ സൂറത്തുൽ മുസമ്മിൽ 7 പ്രാവശ്യം മന്ത്രിച്ചു വെക്കുക. ഈ വെള്ളം കുട്ടിക്ക് 2 നേരം കുടിക്കാൻ കൊടുക്കുക, രാവിലെയും വൈകുന്നേരവും. ഇങ്ങനെ 7 14 ദിവസം കുടിക്കാൻ കൊടുത്താൽ കുട്ടികളിലെ കണ്ണേർ പൂർണ്ണമായും മാറും. അതുപോലെ കുട്ടികളെ അലട്ടുന്ന മാനസിക പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ല പരിഹാരമാണ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന് തുടങ്ങുന്ന ഈ ആയത്ത് 156 പ്രാവശ്യം 7 ദിവസമോ 14 ദിവസമോ കുട്ടിയെ മന്ത്രിച്ചാൽ കുട്ടികൾക്കുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ല പരിഹാരമാണ് ഞാൻ ഈ പറഞ്ഞത്. അതുപോലെ കുട്ടികൾക്കുണ്ടാകുന്ന അമിതമായ വാശി, ചെറിയ കുട്ടികളൊക്കെ വാശി പിടിച്ച് കരയുന്നത് കാണാം. അതുപോലെ മുതിർന്ന കുട്ടികളും വാശി പിടിച്ച് കരയുകയും വീട്ടിലും അതുപോലെ സ്കൂളുകളിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കുട്ടികളെ നമുക്ക് കാണാം. അതിന് ഏറ്റവും നല്ല ഒരു ആത്മീയ പരിഹാരമാണ് വനസഅന മാ ഫീ സുദൂരിഹിം മിൻ ഖില്ലിൻ ഇഖ്വാന എന്ന് തുടങ്ങുന്ന ഈ ആയത്ത് 156 പ്രാവശ്യം കുട്ടിയെ മന്ത്രിക്കുക. ഇങ്ങനെ 7 14 ദിവസം കുട്ടിയെ മന്ത്രിച്ചാൽ ചെറിയ കുട്ടികളാണെങ്കിലും മുതിർന്ന കുട്ടികളാണെങ്കിലും കുട്ടികളിൽ കാണുന്ന അമിതമായ വാശിക്ക് ഏറ്റവും നല്ല പരിഹാരമാണ്. ഇതുപോലെ കുട്ടികളുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾക്ക് ഓരോ വീഡിയോയിൽ നമ്മൾ നല്ല ഉത്തമമായ പരിഹാരങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും. അതുപോലെ കൂടുതൽ നിങ്ങൾക്ക് പരിഹാരവും അതുപോലെ ആവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക.